ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ എഫിൻ്റെ ഭാഗത്ത് നിന്ന് ഇന്ത്യൻ സൂപ്പർ ലീഗ് നടക്കുമോ, എന്താണ് നമ്മുടെ ഭാവി ഫുട്ബോൾ ലീഗിൻ്റെ കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളതിൻ്റെ ഒരു ചെറിയ മീറ്റിംഗ് കാര്യങ്ങൾ ക്ലബ്ബുകളൊക്കെ വിളിച്ചിട്ടുള്ളൊരു മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഇന്ന് നടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് മീറ്റിംഗ് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ക്ലബിൻ്റെ ഏഴോ എട്ടോ ക്ലബിൻ്റെ സിഒമാരൊക്കെ ഉണ്ടാവും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബട്ട് അവരൊന്നും എത്തിയിട്ടില്ല. നിലവിൽ എഫിൻ്റെ കല്യാൺ ജോബ് അതങ്ങനെ മറ്റു അംഗങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളൂ. കുറേ പേര് വരുമെന്ന് പറഞ്ഞവരൊന്നും എത്തിയിട്ടില്ല. എന്തായാലും മീറ്റിംഗ് കാര്യങ്ങൾ കഴിഞ്ഞിട്ട് അതിൽ നിന്നുള്ള അപ്ഡേറ്റ്സ് പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ് അതിൽ നിന്ന് കേൾക്കാൻ സാധിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ സൂപ്പർ ലീഗും അതുപോലെ സൂപ്പർ കപ്പും ഈ വർഷം ഉണ്ടാവും. രണ്ട് ടൂർണമെൻറ്റും നടക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ കല്യാൺ ചൗബ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് എത്രമാത്രം ഇനി വിശ്വസിക്കാൻ കഴിയുന്നറിയില്ല. ഇതും വെറും ഒരു വായ്ത്താളം മാത്രമാണോ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഇത്രയും കാലം അവർ പറയുന്നതൊന്നും ചെയ്യാറില്ല. ആകെ തൊള്ള ഇടൽ മാത്രമേ ഉള്ളൂ. പലതും പറയും, പക്ഷെ അതൊന്നും നടത്തി കാണിക്കാറില്ല. അപ്പോൾ എന്തായാലും ഇപ്പോൾ ISL കാര്യം ഇത്രയും ഇതായിട്ട് പല ടീമുകളും അവരുടെ കാര്യങ്ങളൊക്കെ നിർത്തിവെച്ച് പോകുന്ന രീതിയിലുള്ള ന്യൂസുകൾ കേട്ടിട്ടുണ്ടാവും. ഇപ്പോൾ എന്തായാലും ഈ അപ്ഡേറ്റിൽ പറയുന്നത് സൂപ്പർ കപ്പ് ആയിരിക്കും ആദ്യം ഉണ്ടാകുന്നതാണ്. സാധാരണ നമ്മുടെ ഇന്ത്യൻ സൂപ്പർ ലീഗ് കഴിഞ്ഞിട്ടാണ് സൂപ്പർ കപ്പ് ഉണ്ടാവുക. ഇത്തവണ ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ മുമ്പ് ആദ്യം സൂപ്പർ കപ്പോടെ സീസൺ തുടങ്ങുന്ന രീതിയിലായിരിക്കും എന്നാണ് റിപ്പോർട്ട്. ഒരു 7-10 ദിവസത്തിനുള്ളിൽ സൂപ്പർ കപ്പിൻ്റെ ഡേറ്റും കാര്യങ്ങളും ഫോമാറ്റും കാര്യങ്ങളൊക്കെ പുറത്തുവിടുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ സൂപ്പർ കപ്പ് നടക്കുക സെപ്റ്റംബർ, ഇപ്പോൾ ഇത് ഓഗസ്റ്റ് ആണ്, സെപ്റ്റംബർ സെക്കൻഡ് വീക്ക് ഓർ തേർഡ് വീക്കിലായിരിക്കും സൂപ്പർ കപ്പ് ആരംഭിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു മാസത്തിനുള്ളിൽ തന്നെ വീണ്ടും ലീഗ് സ്റ്റാർട്ട് ചെയ്യും സൂപ്പർ കപ്പ്. പിന്നെ അതിനുശേഷം ഇന്ത്യൻ സൂപ്പർ ലീഗ് എന്ന രീതിയിലൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പോൾ ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ റിന്യൂവൽ ചെയ്യാണ്ട് കോൺട്രാക്റ്റ് FSDലുമായിട്ട് അതൊക്കെ നടക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഡീല വരുന്നത് കൊണ്ട് തന്നെ ആദ്യം സൂപ്പർ കപ്പ് സ്റ്റാർട്ട് ചെയ്യാനാണ് ഇവരുടെ പ്ലാൻ. അങ്ങനെയൊക്കെയാണ് ഇതിൽ പറയുന്നത്. എന്തൊക്കെ നടക്കും എന്നൊന്നും ഒരു പിടുത്തില്ല. ഇപ്പോൾ പല ക്ലബ്ബുകളും പ്രീ സീസണൊന്നും ആരംഭിച്ചിട്ടില്ല. എന്നാൽ കുറച്ച് ക്ലബ്ബുകളൊക്കെ മോഹൻ ബഗാൻ, അതുപോലെ തന്നെ ഈസ്റ്റ് ബംഗാൾ, പിന്നെ FC ചാമ്പ്യൻസ് ലീഗ് കളിക്കാനുള്ള മോഹൻ ബഗാൻ, അതുപോലെ തന്നെ നമ്മുടെ FC ഗോവയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പ്രീ സീസൺ. അപ്പോൾ ബാക്കിയുള്ള ക്ലബ്ബുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. എങ്ങനെയായാലും അവർക്കൊരു 6-8 വീക്സ് വേണം പ്രിപ്പറേഷനായിട്ട്. അപ്പോൾ അതൊക്കെ കണക്കിലെടുത്തായിരിക്കും സൂപ്പർ കപ്പ് എന്നൊക്കെ പറയുന്നുണ്ട്. ഐ ഡോണ്ട് നോ, നമുക്ക് ഇനി കണ്ട് തന്നെ അറിയാം. അപ്പോൾ നടക്കുകയാണെങ്കിൽ അത്രയും നല്ല കാര്യം. അപ്പോൾ എന്തായാലും ഒരു പോസിറ്റീവായിട്ടുള്ള ന്യൂസ് തന്നെയാണിത്. ഇതൊക്കെ ഇനി നടക്കുമോ എന്നുള്ളതാണ് ഒരു ചോദ്യചിഹ്നം. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.